ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ടി ഷബ്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകും. അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാകുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടേതാണ് ഈ നിലവിലെ തീരുമാനം. കെ അനുശ്രീ വൈസ് പ്രസിഡന്റ് ആകുമെന്നായിരുന്നു നേരത്തെയുള്ള നിഗമനം. ബിനോയ് കുര്യൻ പ്രസിഡന്റ് ആകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതേസമയം ജില്ലയിൽ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെങ്കിലും ചിലയിടങ്ങളിൽ വോട്ട് ചോർന്നതിൽ CPIM ജില്ലാ കമ്മിറ്റി ആശങ്ക രേഖപ്പെടുത്തി. ഭരണതലത്തിൽ ജാഗ്രതക്കുറവുണ്ടാകുന്നതായും CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്ററും പങ്കെടുത്ത യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. അടിത്തറ ഭദ്രം എന്നുള്ളതാണ് പാർട്ടി വ്യക്തമാക്കിയത്. CPIMന്റെ നിലപാട് അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു യോഗത്തിൽ പോലും ജില്ലാ കമ്മിറ്റി വലിയ ഒരു ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഈ ഭദ്രമാണെങ്കിലും അടിത്തറ ഭദ്രമാണെങ്കിലും വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട്, ചിലയിടങ്ങളിലൊക്കെ വോട്ട് ചോർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ആശങ്ക ജില്ലാ കമ്മിറ്റി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭരണതലത്തിലുള്ള ഒരു ജാഗ്രതക്കുറവ് വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആ യോഗത്തിൽ ഉയർന്ന വിമർശനം. CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിനെയും ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ടി ഷബ്നയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നുള്ളതും കൂടിയാണ്. ബിനോയ് കുര്യൻ തന്നെയാകുമെന്നുള്ളത് നേരത്തെ ഏതാണ്ട് ഉറപ്പായിരുന്നു. നേരത്തെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ബിനോയ് കുര്യൻ തന്നെയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മറ്റൊരു പേര് വലിയ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒക്കെയായിരുന്നു ആ ചർച്ച ഉണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആ തീരുമാനം അങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതായിരുന്നു. നിഗമനങ്ങൾ പലതുണ്ടായിരുന്നു ഈ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച്. കെ അനുശ്രീ വൈസ് പ്രസിഡന്റ് ആകുമെന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നിഗമനം. എന്നാൽ ആ ഒരു നിഗമനത്തിനെ തള്ളിക്കൊണ്ട് ടി ഷബ്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി അഡ്വക്കേറ്റ് ബിനോയ് കുര്യനാകും. ആ പേരുകൾ പുറത്തു വിട്ടിരിക്കുന്നു ജില്ലാ കമ്മിറ്റി. പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്നുള്ളതാണ്. എന്നാൽ വോട്ട് ചോർച്ച ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നാളുകൾ ജില്ലാ പഞ്ചായത്ത് ഒരു സമിതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുതുതായി വരാനിരിക്കുന്ന ആ ഒരു നിയുക്ത വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് പൂർണ്ണമായും അത് പറയാനായിട്ടില്ല. എന്തായാലും ആ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അത് പുറത്ത് വന്നിരിക്കുന്നു. ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ എന്തായാലും കടക്കും. ഇപ്പോഴുള്ള ആ വിവരങ്ങളാണ്. ടി ഷബ്ന വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ. അടിത്തറ ഭദ്രമാണ് എന്നുള്ളത് പാർട്ടി നിലപാട്. ഇനി അഥവാ ആ സ്ഥലങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ അത് കൂടുതൽ വോട്ടുകൾ ഭദ്രമാക്കേണ്ട ചുമതല കൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുകയാണ്. പുതിയൊരു ഭരണസമിതിക്ക് ഇനി അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും ടി ഷബ്നയ്ക്കുമുള്ള വലിയൊരു ചുമതല അതൊക്കെ തന്നെയാണ്. ജില്ലയിലെ പാർട്ടി വോട്ടുകൾ ഒപ്പം വരാനിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് നിഷ്പക്ഷ വോട്ടുകൾ പാർട്ടിയിലേക്ക് എത്തിക്കുക. പാർട്ടി വോട്ടുകളുടെ അടിത്തറ എങ്ങും തൊടാതെ ഭദ്രമാക്കി തന്നെ വെക്കുക. അഥവാ എന്തെങ്കിലും ഒരു ചോർച്ചയുണ്ടായിട്ടെങ്കിൽ ആ ചോർച്ച അങ്ങോട്ട് അടയ്ക്കുക എന്നുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് ഇനി ജില്ലാ പഞ്ചായത്തിലുള്ള ഈ ഒരു ടീമിന് ഉണ്ടാവുക. ഭരണതലത്തിൽ ഒരു ജാഗ്രതക്കുറവ് ഉണ്ടാകുന്നതാണ്. ഭരണതലത്തിൽ ആ ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്കയൊക്കെ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത യോഗത്തിലാണ് അത്തരത്തിലൊരു വിമർശനം വരുന്നത്. ആ ഒരു വിമർശനം അത്രത്തോളം മുഖവരക്കെടുത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ജില്ലയിൽ മികച്ചതാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കേണ്ട പ്രധാനപ്പെട്ട ആളുകളിൽ രണ്ടുപേരാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുന്നത്. അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. ടി ഷബ്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാകും.